നമസ്കാരം. ഗൾഫ് ടുഡേ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഖത്തറിൽ ബാങ്ക് ഉപഭോക്താക്കളെ കബളിപ്പിച്ച് പണം തട്ടാൻ വ്യാജ സംഘങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നതായി ഖത്തർ കൊമേഴ്സ്യൽ ബാങ്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകി. ഇമെയിലിലൂടെയാണ് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. ഖത്തർ പോലീസിന്റെ വേഷവും ചിഹ്നങ്ങളും ദുരുപയോഗം ചെയ്ത് ഗൂഗിൾ മീറ്റിൽ ബന്ധപ്പെട്ടാണ് തട്ടിപ്പിനുള്ള ശ്രമം നടക്കുന്നതെന്ന് കൊമേഴ്സ്യൽ ബാങ്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകി. വീഡിയോ കോളുകൾ വഴി ഖത്തർ പോലീസിൽ നിന്നാണെന്ന് വ്യാജമായി അവകാശപ്പെട്ടാണ് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത്. ഉപഭോക്താവ് ഏതെങ്കിലും ഒരു നിയമലംഘനം നടത്തിയെന്ന് അവകാശപ്പെടുകയും പിഴ, അറസ്റ്റ് അല്ലെങ്കിൽ നിയമ നടപടി എന്നിവ ഒഴിവാക്കാൻ ഉടനടി പണം നൽകുകയും വേണമെന്ന് ഇവർ ആവശ്യപ്പെടും. വ്യാജ പോലീസ് വേഷം, വ്യാജ സൈനേജുകൾ, ബാഡ്ജുകൾ അല്ലെങ്കിൽ നെയിം ടാഗുകൾ എന്നിവയ്ക്ക് പുറമെ ആധികാരികവും ഭീഷണിപ്പെടുത്തുന്നതുമായ രീതിയിലായിരിക്കും ഇവർ സംസാരിക്കുക. ഇരകളെ ഭയപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കിയ ശേഷം ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ് നമ്പറുകൾ, കാർഡ് കാലഹരണപ്പെടുന്ന തീയതി, CVV നമ്പർ, രഹസ്യ പിൻ നമ്പർ, OTP എന്നിവ ആവശ്യപ്പെടുകയും ചെയ്യും. ഇര കോളിൽ തുടരുമ്പോൾ തന്നെ തട്ടിപ്പുകാരൻ ഈ വിവരങ്ങൾ ഉപയോഗിച്ച് അനധികൃത സാമ്പത്തിക ഇടപാടുകൾ നടത്തി അക്കൗണ്ടിലെ പണം കൈക്കലാക്കിയിരിക്കും. ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നേടാൻ സ്വീകരിക്കേണ്ട മുൻകരുതൽ നിർദ്ദേശങ്ങളും ബാങ്ക് അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത്തരം ഫോൺ കോളുകൾ ലഭിക്കുമ്പോൾ ഭയവും പരിഭ്രാന്തിയും ഒഴിവാക്കി ശാന്തമായി പ്രതികരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇരകളിൽ ഭയവും പരിഭ്രാന്തിയും സൃഷ്ടിക്കുന്നതിലാണ് തട്ടിപ്പുകാർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ജാഗ്രതയോടെ പെരുമാറാൻ ബാങ്ക് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പോലീസാണെന്നോ ബാങ്ക് ജീവനക്കാരാണെന്നോ അവകാശപ്പെട്ടാൽ പോലും ബാങ്ക് കാർഡ്, പിൻ നമ്പർ, OTP എന്നിവ ആരുമായി പങ്കിടരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കോൾ ഉടൻ അവസാനിപ്പിച്ച് സംഭവം പോലീസിനെയും 44495095 എന്ന നമ്പറിൽ കൊമേഴ്സ്യൽ ബാങ്ക് ഫ്രോഡ് ഹോട്ട്ലൈനെയും അറിയിക്കാൻ മറക്കരുത്. തുടർച്ചയായ ജാഗ്രതയും എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതുമാണ് ഇത്തരം തട്ടിപ്പുകൾക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധമെന്നും കൊമേഴ്സ്യൽ ബാങ്ക് ഉപഭോക്താക്കളെ ഓർമ്മിപ്പിച്ചു. വ്യാജ പോലീസ് വേഷം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സൈബർ തട്ടിപ്പ് രീതികളെക്കുറിച്ച് നേരത്തെ ഖത്തർ ആഭ്യന്തര മന്ത്രാലയവും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അൻവർ പാലേരി, 24 ദോഹ. കുവൈറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ മതിൽ തകർന്ന് 2 തൊഴിലാളികൾ മരിച്ചു. അൽറായി പ്രദേശത്താണ് അപകടമുണ്ടായത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ തൊഴിലാളികളെ അഗ്നിരക്ഷാസേന എത്തിയാണ് പുറത്തെത്തിച്ചത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മരിച്ചവർ ഏത് രാജ്യക്കാരാണെന്ന് കണ്ടെത്താനായിട്ടില്ല. ജിദ്ദയിൽ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യ നൈറ്റ് സംഘടിപ്പിച്ചു. റെഡ് സീ ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ, കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി എന്നിവർക്കൊപ്പം ബോളിവുഡിൽ നിന്നുള്ള പ്രമുഖരും പങ്കെടുത്തു. സിനിമാ രംഗത്ത് ഇന്ത്യയും സൗദിയും തമ്മിലുള്ള പങ്കാളിത്തം ആഘോഷമാക്കുകയായിരുന്നു ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ്. പാർക്ക് ഹയാത്ത് ഹോട്ടലിൽ സംഘടിപ്പിച്ച ഇന്ത്യ നൈറ്റിൽ സ്വദേശികളും വിദേശികളുമായ പ്രമുഖരും ബോളിവുഡ് താരങ്ങളും പങ്കെടുത്തു. ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ, കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൂടാതെ ജിദ്ദ റെഡ് സീ ഫിലിം ഫെസ്റ്റിവലിന്റെ സംഘാടകരും ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ നിന്നെത്തിയ അതിഥികളും വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളും സന്നിഹിതരായിരുന്നു. ബോളിവുഡ് സംവിധായകൻ മുസഫർ അലി ഖാൻ, ബോളിവുഡ് താരം കാർത്തിക് ആര്യൻ, കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം സെക്രട്ടറി ശ്രുതി സിംഗ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സിനിമ വിനോദത്തിനപ്പുറം ഭാഷകളെയും സംസ്കാരങ്ങളെയും പരസ്പരം കൈമാറ്റം ചെയ്യാനുള്ള ശക്തമായ മാധ്യമമാണെന്ന് ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ സിനിമാ സൗഹൃദം സൗദി അറേബ്യയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. Cinema is more than entertainment. It is a bridge between cultures and a language that transcends borders. Events like the Red Sea Film Festival allow us to share our stories, connect with new audiences and explore collaborations that benefits artists, industries and societies alike. Through initiatives such as this festival, our two countries continue to discover new avenues for creative dialogue and cooperation. പ്രമുഖ ഹിന്ദി ഗായിക ഷിബാനി കശ്യപിന്റെ നേതൃത്വത്തിൽ നടന്ന സംഗീത വിരുന്ന് പരിപാടിയുടെ മുഖ്യ ആകർഷണമായി. 60കളിലെ നിത്യഹരിത ഗാനങ്ങൾ മുതൽ പുതിയ ഗാനങ്ങൾ വരെ കോർത്തിണക്കിയ സംഗീത സന്ധ്യ അതിഥികൾക്ക് ഹൃദ്യമായ അനുഭവമായി. ജലീൽ കണമംഗലം, 24 ജിദ്ദ. ജിദ്ദയിൽ ബോളിവുഡിന്റെ പ്രിയ ഗായിക ഷിബാനി കശ്യപ് നയിച്ച സംഗീത വിരുന്ന് വിവിധ കാലഘട്ടങ്ങളിലുള്ള ഗാനങ്ങളുടെ അവിസ്മരണീയമായ അനുഭവം സമ്മാനിച്ചു. ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടിപ്പിച്ച ഇന്ത്യ നൈറ്റ് പരിപാടിയായിരുന്നു വേദി.
ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചെങ്കടൽ തീരത്ത് നടന്ന ഇന്ത്യ നൈറ്റിലാണ് ബോളിവുഡിന്റെ മാസ്മരിക സ്വരം ഷിബാനി കശ്യപ്പും സംഘവും എത്തിയത്. റെഡ് സീ ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് സൗദിയിലെത്തിയ ഷിബാനി വൈവിധ്യമാർന്ന ഗാനങ്ങളിലൂടെ സദസ്സിനെ കയ്യിലെടുത്തു. ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ, പ്രശസ്ത ബോളിവുഡ് സംവിധായകൻ മുസഫർ അലി ഖാൻ എന്നിവരുൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. 60കളിലെ മനോഹരമായ മെലഡികൾ മുതൽ ആധുനിക ബോളിവുഡ് ഗാനങ്ങൾ വരെ വൈവിധ്യമാർന്ന സംഗീതമാണ് ഷിബാനി കശ്യപ് അവതരിപ്പിച്ചത്. ഗായികയുടെ പ്രകടനം, സദസ്സുമായുള്ള ആശയവിനിമയം എന്നിവ രാത്രിയെ ആഘോഷമാക്കി. ബോളിവുഡ് ഇതിഹാസം രേഖയോടൊപ്പം റെഡ് സീ ഫിലിം ഫെസ്റ്റിവലിലെ റെഡ് കാർപ്പറ്റിലും ഷിബാനി കശ്യപ് തിളങ്ങിയിരുന്നു. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള സാംസ്കാരിക കൈമാറ്റത്തിന്റെ പ്രധാന വേദിയായി ഈ സംഗീത നിശ മാറി. ജലീൽ കണമകലം, 24 ജിദ്ദ. ഓസ്ട്രേലിയയിലെ പരമ്പരാഗത കലയും സംസ്കാരവും സംരക്ഷിക്കാനും പൊതുസമൂഹത്തെ പരിചയപ്പെടുത്താനുമുള്ള ശ്രമത്തിലാണ് സർക്കാർ. ഇതിന്റെ ഭാഗമായി വാഡാർജി 2025 എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. 24 ഓസ്ട്രേലിയൻ ന്യൂസ് കോർഡിനേറ്റർ ഷാജു ഫ്രാൻസിസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമസ്കാരം. ലോകത്തിലെ ഏറ്റവും പുരാതനവും കണ്ണിയറ്റു പോകാത്തതുമായ ഒരു സംസ്കാരത്തെക്കുറിച്ചുള്ള അപൂർവ പ്രദർശനം ഫ്രിമാൻഡിലെ എസ്പ്ലനേഡ് പാർക്കിൽ ശ്രദ്ധേയമായി അരങ്ങേറി. ഓസ്ട്രേലിയൻ ആദിമ നിവാസികളുടെ കലാരൂപങ്ങൾ വാഡാജി 2025 ജനങ്ങൾ നേരിട്ട് അനുഭവിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ ന്യൂസ് കോർഡിനേറ്റർ ഷാജു ഫ്രാൻസിസിനൊപ്പം ആങ്കർ ലിജോ ചാക്കോ. ഞാനിപ്പോൾ നിൽക്കുന്നത് എസ്പ്ലനേഡ് പാർക്കിലാണ്. എൻ്റെ പിറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ അബോർജിനൽസ് ആദിമ നിവാസികളുടെ 65,000 വർഷം പഴക്കമുള്ള കലാരൂപങ്ങളാണ്. നമ്മൾക്ക് കാഴ്ചകളിലേക്ക് പോകാം. വർഷം പഴക്കമുള്ള ഓസ്ട്രേലിയൻ ആദിമ ജനതയുടെ സംസ്കാരം വാഡാജി 2025 ലോകത്തിന് തുറന്നു. വിവിധ ഗോത്രങ്ങളുടെ തനതായ കലാരൂപങ്ങൾ ദൃശ്യവും ശ്രവ്യവുമായ ആകർഷക പ്രകടനങ്ങളായി അരങ്ങേറി. പാറകളിലും കളിമണ്ണിലും വായ്ത്താരികളിലും കഥകളിലും എഴുതിയ പൈതൃക അറിവ് തലമുറകളിലേക്ക് പകർന്നു. വിവിധ കലാരീതികളിലൂടെ ഭക്ഷണ ശേഖരണം, കൃഷി, മീൻ പിടിക്കൽ, നോട്ട് രീതികൾ എന്നിവ പകർന്നു കൊടുക്കുന്നു. ഈ കലാരൂപങ്ങൾ സമൂഹത്തിന്റെ അറിവും അനുഭവങ്ങളും തലമുറകളിൽ നിശ്ചയമായി പകർന്നു നൽകുന്ന വാതിലുകളാണ്. പ്രകൃതിയോടുള്ള അനന്തബന്ധം കലാരൂപത്തിലൂടെ സംരക്ഷിക്കുന്നു. ഡിഡ്ജറിഡു, ബുമാറങ്, വേരുകളുടെ പുറന്തോട്, യൂക്കാലിപ്സ് ഇലകൾ, ലളിതമായ ഉപകരണങ്ങളിൽ നിന്നുള്ള ശബ്ദം ആധുനിക സംഗീതോപകരണങ്ങളെ വെല്ലുന്ന വിധം ശ്രവണാനുഭവം നൽകും. വായ്ത്താരികളിൽ നിറഞ്ഞ മനോഹാരിത സംഗീതത്തിലും നൃത്തത്തിലും സമന്വയിപ്പിച്ച കലാസന്ധ്യ പ്രേക്ഷകർക്കും വളരെയധികം ആകർഷണം നൽകി. മുതിർന്നവരെ ബഹുമാനിക്കുകയും അവരുടെ അറിവ് അനുഭവവും പൊതുവിന് കൈമാറുകയും ചെയ്യുന്ന ഈ സംസ്കാരം വാഡാജി 2025 എല്ലാ പ്രേക്ഷകരെയും ആകർഷിച്ചു. എസ്പ്ലനേഡ് പാർക്കിൽ നിന്നും ലിജ ചാക്കോ, 24 ന്യൂസ്, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ ആദിമ നിവാസികളുടെ വാഡാജി 2025 അവരുടെ നൂറ്റാണ്ടുകളായുള്ള പൈതൃകവും കലാരൂപങ്ങളും തലമുറകൾക്കായി സംരക്ഷിക്കേണ്ട പ്രാധാന്യം വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അതുല്യമായ ഒരു സാംസ്കാരിക വേദിയായി മാറി. പരമ്പരാഗത നൃത്തങ്ങളും സംഗീതവും നിറഞ്ഞ ഈ വർഷത്തെ ആഘോഷം ജനങ്ങൾക്കൊരു ജീവിത അന്തരീക്ഷ അനുഭവമായി. ഇതോടെ ഇന്നത്തെ റിപ്പോർട്ട് സമാപിക്കുന്നു. ഒമാൻ നാഷണൽ കലാലയം സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന ഒമാൻ നാഷണൽ സാഹിത്യോത്സവ് ജനുവരി 9 നടക്കും. ബൗഷർ കോളേജ് ഓഫ് ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് സ്റ്റഡീസ് ക്യാമ്പസിൽ നടക്കുന്ന സാഹിത്യോത്സവത്തിൽ 300 പരം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും. കലാസാഹിത്യ മേഖലകളിലായി 80-ലധികം മത്സരങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 30 വയസ്സിൽ താഴെയുള്ളവർക്ക് പങ്കെടുക്കാം. സ്വാഗത സംഘം ചെയർമാൻ സാഖിബ് തങ്ങൾ, ജനറൽ കൺവീനർ നിയാസ് കെ അബു, ഫിനാൻസ് ചെയർമാൻ റഫീഖ് എർമാളം, കോഓർഡിനേറ്റർ നിസാർ തലശ്ശേരി, RSC നാഷണൽ ചെയർമാൻ VM ഷെരീഫ് സാദി മഞ്ഞപ്പറ്റ, ജനറൽ സെക്രട്ടറി അർഷദ് മുക്കോളി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ഖത്തറിലെ പ്രവാസി സംഘടനകൾക്കിടയിൽ കൂട്ടായ പരിശ്രമങ്ങൾ അനിവാര്യമാണെന്ന് സെന്റർ ഫോർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സംഘടിപ്പിച്ച കമ്മ്യൂണിറ്റി ലീഡേഴ്സ് മീറ്റ് അഭിപ്രായപ്പെട്ടു. CIC പ്രസിഡന്റ് RS അബ്ദുൾ ജലീൽ ആമുഖ പ്രഭാഷണം നടത്തി. സമൂഹത്തിൽ CIC നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ, ഭാവി പദ്ധതികൾ എന്നിവ വിശദീകരിച്ചു. മൂല്യാധിഷ്ഠിതമായ ഒരു സമൂഹത്തിന്റെ മുന്നോട്ടുപോക്കിന് പ്രവാസി കൂട്ടായ്മകൾ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് RS അബ്ദുൾ ജലീൽ ആഹ്വാനം ചെയ്തു. ലുലു ഹൈപ്പർ മാർക്കറ്റ് ഷോപ്പ് ആൻഡ് ഡൊണേറ്റ് ക്യാമ്പയിനിലൂടെ സ്വരൂപിച്ച തുക ഖത്തർ ക്യാൻസർ സൊസൈറ്റിക്ക് കൈമാറി. സ്ഥാനാർബുദ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി സ്വരൂപിച്ച 1,25,000 ഖത്തർ റിയാലാണ് കൈമാറിയത്. ലുലു സ്റ്റോറുകളിൽ തെരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ ലഭിച്ച വരുമാനത്തിന്റെ ഒരു ഭാഗം ഖത്തർ ക്യാൻസർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുകയായിരുന്നു. ലുലു റീജിയണൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഖത്തർ ക്യാൻസർ സൊസൈറ്റി പബ്ലിക് റിലേഷൻസ് മാനേജർ അമ്മാർ അൽ മഷദാനിക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഖത്തർ റീജിയണൽ ഡയറക്ടർ ഷാനവാസ് പാടിയത്ത് ചെക്ക് കൈമാറി. കുവൈറ്റ് മംഗഫിലെ ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ സ്ഥാപക ചെയർമാൻ ഡോക്ടർ P. ഇബ്രാഹിം ഹാജിയുടെ സ്മരണാർത്ഥം രണ്ടാമത് ഇന്റർ സ്കൂൾ സംവാദ മത്സരം സംഘടിപ്പിക്കും. ഈ മാസം 13 ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ 16 CBSE സ്കൂളുകളിൽ നിന്നുള്ള 32 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. സാംസ്കാരിക വൈവിധ്യം ഒരു രാഷ്ട്രത്തിന് മുതൽക്കൂട്ട് ആണോ എന്നതാണ് സംവാദ വിഷയം. രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ മുഖ്യ അതിഥിയാകുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. ഇന്തോനേഷ്യയിൽ 7 നില കെട്ടിടത്തിന് തീപിടിച്ച് 22 പേർ മരിച്ചു. തലസ്ഥാനമായ ജക്കാർത്തയിലാണ് തീപിടുത്തമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റു. താഴത്തെ നിലയിൽ പ്രവർത്തിച്ച സ്ഥാപനത്തിലുണ്ടായ പൊട്ടിത്തെറിയാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. പൊട്ടിത്തെറിച്ചത് ഡ്രോൺ ബാറ്ററി എന്നാണ് കരുതുന്നത്. തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം തുടരുന്നതായി ജക്കാർത്ത പോലീസ് അറിയിച്ചു. തിരികെ വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ മികച്ച പോളിംഗ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിലായിരുന്നു വോട്ടെടുപ്പ്. ഇതുവരെ 70% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ആലപ്പുഴ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിൽ മറ്റന്നാൾ റീപോളിംഗ് നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഒറ്റപ്പെട്ട സംഭവങ്ങളൊഴികെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ്. രാവിലെ തന്നെ മിക്കയിടത്തും പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ തിരക്കായിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ പലയിടത്തും വോട്ടിംഗ് മെഷീൻ തകരാറിലായെങ്കിലും പിന്നീട് പരിഹരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള, നടിയെ ആക്രമിച്ച കേസിലെ വിധി, വികസനം തുടങ്ങിയ വിഷയങ്ങൾ വോട്ടെടുപ്പ് ദിനത്തിൽ പ്രധാന ചർച്ചയായി. ഒന്ന്, സർക്കാരിനെതിരായ അതിശക്തമായ ഒരു ജനവികാരമുണ്ട്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളുകളെ അമ്പരപ്പിച്ച് നിർത്തിയാണ്. വിശ്വാസികൾ അവരുടെ പ്രതികാര നടപടി ഈ ഇലക്ഷനിലും അവർ നടപ്പിലാക്കിയിരിക്കുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിൽ മികച്ച ആത്മവിശ്വാസമെന്ന് LDF നേതാക്കൾ. ആ ഭരണ തുടർച്ചയുടെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും കൂടി വിലയിരുത്തിക്കൊണ്ടാണ് ത്രിതല പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തെ ജനങ്ങൾ വിലയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലും അതുപോലെ കേരളത്തിലുടനീളവും LDFന് വളരെ മികച്ച വിജയമുണ്ടാവും എന്ന ശുഭപ്രതീക്ഷയാണ്. കഴിഞ്ഞ 9.5 കൊല്ലക്കാലത്തെ ഇവിടുത്തെ ജീവിതമുണ്ട്. ഓരോ രംഗത്തുണ്ടായ മുന്നേറ്റമുണ്ട്. അതെല്ലാം ഉണ്ടാക്കിയ ഗവൺമെന്റിന് അവർക്കറിയാം. അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള തികഞ്ഞ വിശ്വാസമുണ്ട് അവർക്ക്. ആലപ്പുഴ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിൽ മറ്റന്നാൾ റീപോളിംഗ് നടക്കും. BSP സ്ഥാനാർത്ഥിക്കുള്ള വോട്ട് EVM-ൽ രേഖപ്പെടുത്തിയില്ലെന്ന പരാതിക്ക് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ തെക്ക് ഭാഗം എന്നുള്ള പോളിംഗ് സ്റ്റേഷനിലെ പോളിംഗ് തടസ്സപ്പെട്ടതിനെ തുടർന്ന് അവിടെ റീപോളിംഗിന് ഉത്തരവായിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിൽ മറ്റ് 7 ജില്ലകളിലെ പോളിംഗ് നടക്കുന്നതോടൊപ്പം ഈ പോളിംഗ് സ്റ്റേഷനിലെ റീപോളിംഗ് നടക്കുന്നതാണ്. തിരുവനന്തപുരം അരുവിക്കര അഴീക്കോട് ബൂത്തിൽ കള്ളവോട്ട് ചെയ്യാൻ എത്തിയതാണെന്ന് ആരോപിച്ച് UDF പ്രവർത്തകർ 2 പേരെ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറി. ഇവർ കള്ളവോട്ട് ചെയ്തില്ലെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ അറിയിച്ചു. പത്തനംതിട്ട കടമ്പനാട് പഞ്ചായത്ത് 2-ാം വാർഡിൽ വോട്ടെടുപ്പിനിടെ തർക്കമുണ്ടായി. കോട്ടയം പൂഞ്ഞാർ തെക്കേക്കരയിൽ കള്ളവോട്ട് നടന്നെന്ന് LDF ആരോപിച്ചു. എറണാകുളം മരടിൽ NDA സ്ഥാനാർത്ഥിയുടെ മാതാവിന്റെ പേരിൽ കള്ളവോട്ട് ചെയ്തെന്ന് BJP ആരോപിച്ചു. തന്റെ വോട്ട് മറ്റാരോ ചെയ്തെന്ന് കൊല്ലം കരുനാഗപ്പള്ളിയിൽ യുവാവ് പരാതി നൽകി. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് തിരുവനന്തപുരം വിഴിഞ്ഞത്തും എറണാകുളം പാമ്പാക്കുട പഞ്ചായത്തിലെ 10-ാം വാർഡിലും വോട്ടെടുപ്പ് മാറ്റി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. വിമാന സർവീസുകളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിച്ചെന്ന് ഇൻഡിഗോ. പ്രവർത്തനം സാധാരണ നിലയിൽ എത്തിയെന്നാണ് വിശദീകരണം. വ്യോമയാന മന്ത്രിയുമായി ഇൻഡിഗോ CEO പീറ്റർ എൽബേഴ്സ് കൂടിക്കാഴ്ച നടത്തി. ഇൻഡിഗോയുടെ ശൈത്യകാല സർവീസുകൾ DGCA വെട്ടിക്കുറച്ചു. പ്രധാന നഗരങ്ങളിൽ നിന്നുള്ള നിരവധി സർവീസുകൾ ഇന്നും റദ്ദാക്കി.
സമൻസ് നൽകിയതിന് പിന്നാലെയാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവുമായി ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേഴ്സ് കൂടിക്കാഴ്ച നടത്തിയത്. റീഫണ്ട് നടപടികൾ വേഗത്തിലാക്കാനും ശേഷിക്കുന്ന ബാഗേജുകൾ യാത്രക്കാർക്ക് വേഗം എത്തിച്ചു നൽകാനും മന്ത്രി രാംമോഹൻ നായിഡു നിർദ്ദേശം നൽകി. ഇൻഡിഗോയുടെ 10% സർവീസുകൾ വെട്ടിക്കുറയ്ക്കും. നിലവിലെ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം ഇൻഡിഗോയ്ക്കാണെന്നും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി രാംമോഹൻ നായിഡു പാർലമെന്റിലും വ്യക്തമാക്കി. Depending on the outcome, strict and appropriate action as empowered under the aircraft rules and act will be taken. ഇൻഡിഗോയുടെ പ്രവർത്തനം സാധാരണ നിലയിലെത്തിയെന്നും യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേഴ്സ്. ഇൻഡിഗോയുടെ 400ഓളം വിമാന സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. വിമാനത്താവളങ്ങൾ സന്ദർശിച്ച് സാഹചര്യം വിലയിരുത്താൻ ഉദ്യോഗസ്ഥർക്ക് വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. 24 ഡൽഹി. നടിയെ ആക്രമിച്ച കേസിൽ തനിക്കെതിരായ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് നിയമ നടപടിക്ക്. വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനം. പോലീസ് ഗൂഢാലോചന നടത്തിയെന്ന വാദം ദിലീപിന്റെ തോന്നലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. ഇന്നലെ കോടതി കുറ്റവിമുക്തനാക്കിയ ശേഷം ദിലീപിന്റെ ആദ്യ പ്രതികരണമായിരുന്നു ഇത്. തനിക്കെതിരെയുള്ള ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ദിലീപിന്റെ തീരുമാനം. അന്വേഷണ സംഘം മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് ദിലീപ് പറയുന്നത്. അതേസമയം ഗൂഢാലോചന എന്ന ദിലീപിന്റെ ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളി. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് മനസ്സിലാകാത്ത കാര്യമാണ്. പോലീസിന്റെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത്. വിധി പരിശോധിച്ച് അപ്പീൽ പോകുന്നതിൽ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മേൽക്കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ പുതിയ കാര്യങ്ങൾ കൂടിയുണ്ടെങ്കിൽ പറയാൻ തയ്യാറാണെന്ന് നടനും സംവിധായകനുമായ ലാൽ. ആ കേസ് മുൻപോട്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോഴും ഈ രേഖ കൂടി എന്തൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമോ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും അറിയിച്ചിരിക്കും. എന്നാൽ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ ദിലീപിന് തയ്യാറായില്ല. 24 കൊച്ചി. ഇതോടെ ഗൾഫ് ടുഡേ പൂർത്തിയാവുന്നു.